ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 മാസം മുമ്പ് സോളാർ പാനലൊക്കെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ആ സമയത്ത് ഔട്ട്പുട്ട് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷന് ശേഷം നമുക്ക് ഇപ്പോൾ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. ഈ മാസത്തെ കറണ്ട് ബില്ല് നമുക്ക് വന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെയും വന്നിട്ടുള്ള ആ കൺസപ്ഷൻ്റെ ഹിസ്റ്ററിയും അത് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ഈ മാസത്തെ കറണ്ട് ബില്ലും. അതായത് കഴിഞ്ഞ വർഷം നമുക്ക് ഇതേ സമയത്ത് എത്ര കറണ്ട് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഈ വർഷം നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എത്ര രൂപ കറണ്ട് ബില്ല് വന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഓഫ് ഗ്രിഡ് ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ്, ആ ഇൻസ്റ്റാളേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പ്യുവർലി ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമാണ്. നമുക്ക് ആ കമ്പാരിസണിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ളത് KSEBയുടെ പോർട്ടലിലാണ്. KSEBയുടെ പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ബില്ലിംഗ് ഹിസ്റ്ററിയിൽ, അതായത് നമ്മുടെ ഹിസ്റ്ററിയിൽ വന്നു കഴിയണമെന്നുണ്ടെങ്കിൽ ബില്ലിംഗ് ഹിസ്റ്ററി കിട്ടും. അവിടെ നമ്മുടെ കൺസ്യൂമർ നമ്പറും എത്ര മാസത്തെയാണ് എന്നാണ് സെലക്ട് ചെയ്ത് കഴിയുന്നത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ ഞാൻ പേ ചെയ്തിട്ടുള്ളത് അറൗണ്ട് 3474 റുപ്പീസ്. അതാണ് ഏറ്റവും പീക്ക് ബില്ല് ഞാൻ പേ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നുള്ള അടുത്ത ബില്ലിംഗ് സൈക്കിളുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നിയർലി 1950, 2325, 2006, ദെൻ ലാസ്റ്റ് മാർച്ച് വരേക്കുള്ള ബില്ല് ഞാൻ പേ ചെയ്തിട്ടുള്ളത് 1121 എന്നുള്ള ബില്ലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഉപയോഗം തന്നെ നമുക്ക് കാണാം. ഇനിയിപ്പോൾ കൺസപ്ഷൻ ഹിസ്റ്ററി നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ കൺസപ്ഷൻ ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം, നമ്മൾ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ കൺസപ്ഷൻ ഹിസ്റ്ററിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2022 മാർച്ചിൽ നമുക്ക് വന്നിട്ടുള്ളത് 246 യൂണിറ്റാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 12-ാം തീയതി ഒക്കെ ആയപ്പോഴാണ് ഞാൻ സോളാർ പാനൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഒരു മാസം പോലും തികച്ചില്ല. ആ ഒരു സമയത്ത് വന്നിട്ടുള്ളൊരു ബില്ലാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത്. ദെൻ പ്രീവിയസ് ഇയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ മാർച്ച് ബില്ല് നോക്കി കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് 421 യൂണിറ്റോളം നമുക്ക് യൂസേജ് വന്നിട്ടുണ്ട്. അതിൻ്റെയും പ്രീവിയസിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ 2020 മെയ്യിൽ അറൗണ്ട് 687 യൂണിറ്റ് മെയ്യിൽ വന്നിട്ടുണ്ട്. അതായത് മാർച്ച് ഏപ്രിലത്തെ ബില്ല്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത് മാർച്ചിന് ശേഷം മാർച്ചിലത്തെയും ഏപ്രിലത്തെയും ബില്ലാണ് മെയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ ബില്ലാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ബില്ലിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, മുൻ വർഷത്തിലെ ബില്ലിനെ കമ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മുൻ മാസത്തെ ബില്ലിനെ കമ്പയർ ചെയ്യുമ്പോഴോ വളരെയധികം കുറവാണ് വന്നിട്ടുള്ളത്. കൺസപ്ഷൻ തന്നെ ആകെ 226 യൂണിറ്റ് നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാർ പാനലിൽ നമുക്കത് എത്രത്തോളം അവിടെ ഓഫ് ഗ്രിഡ് സിസ്റ്റം യൂസ്ഫുള്ളായി എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ലിനെ കട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, അതിനെ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മുമ്പത്തെ വീഡിയോയിൽ കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺ ഗ്രിഡ് സിസ്റ്റം ആയിരുന്നു നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൺ ഗ്രിഡ് അല്ല, ഓഫ് ഗ്രിഡ്. എല്ലാ കാര്യങ്ങളും കറണ്ട് ഇല്ലെങ്കിലും പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ്, എൻ്റെ റിക്വയർമെൻറ്റ് അങ്ങനെ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു സിസ്റ്റത്തിലേക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ള KSEB ബില്ലിൽ എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.